ആൾക്കാർക്ക് വരണമെങ്കിൽ 3 കിലോമീറ്റർ കറങ്ങിയിട്ടേ വരാൻ പറ്റുള്ളൂ. ഇപ്പൊ മുമ്പ് ഇറക്കി വന്നോണ്ടിരുന്നു, ഇപ്പൊ അത് പറ്റുന്നില്ല. ഇപ്പൊ അതുകൊണ്ട് കസ്റ്റമർക്ക് വളരെ ഞാൻ പറഞ്ഞത് പണി കിടന്നില്ല, തുറന്നു കൊടുക്കണം. ജനങ്ങൾക്ക് പോകാനും വാങ്ങിക്കാൻ നിവർത്തിയില്ല. ഇതിന്റെ പണി തീർന്ന എങ്ങനെയാണെന്നാലും 1000 ഇനിയിപ്പോ 30 തീരും. ആവശ്യമുള്ള പാലം വേണം, തുറന്നിടണം. ഞങ്ങൾക്ക് അവിടെ തുറന്നിടണം. അരമണിക്കൂർ മുമ്പ് തുറന്നു കിടന്നതാണ്. ഇപ്പൊ വന്നപ്പോ വീണ്ടും കംപ്ലൈന്റ് ആക്കി തിരിച്ചത് അടച്ചിരിക്കണം ഉള്ള രീതിയിൽ നമ്മൾ ഇഞ്ചക്കിൽ ചെയ്തതുപോലെ പൂന്തറയും ചെയ്യണമെന്നുള്ള ഒരു താല്പര്യത്തിലാണ് സമരസമിതി ഇടപെട്ടത്. മലയാള ജനതാ ന്യൂസ്, വാർത്തയുടെ സത്യവും ധർമ്മവും. മലയാള ജനതാ ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. കുമരിച്ചന്ത പാലം വീണ്ടും വിവാദത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കാരണം ഇവിടുത്തെ പണി നിലച്ചിട്ട് ഇപ്പോൾ 7 മാസം കഴിഞ്ഞിരിക്കുകയാണ്. കാരണം ഇതുവരെയും ഇതിനൊരു പണി പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ തുടങ്ങാനോ കണ്ടിന്യൂ ആയി മുന്നോട്ട് പോകാനോ സാധിച്ചിട്ടില്ല. കാരണം അതിന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഹൈവേ അതോറിറ്റിയുടെ റൂൾസ് അനുസരിച്ച് ഒരു പ്രദേശത്ത് 50,000 അധികം ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മേൽപ്പാലം വരികയാണെങ്കിൽ തൂണുകളിൽ വരണമെന്നാണ്. എന്നാൽ അത് ടണൽ രൂപത്തിൽ വരുന്നു എന്നത് കണ്ടുകൊണ്ടാണ് ഇവിടുത്തെ പ്രദേശവാസികളായ ആളുകളും പൂന്തറ പുത്തമ്പള്ളി ജമാഅത്തും അതോടൊപ്പം തന്നെ മദർ ക്ഷേത്ര ഭാരവാഹികളും ചർച്ചും എല്ലാവരും കൂടി ചേർന്നുകൊണ്ടൊരു സാമൂഹികമായ രീതിയിൽ തന്നെ ഒരു സമരസമിതി രൂപീകരിക്കുകയും അവർ നിവേദനം കൊടുക്കുകയും അങ്ങനെ പണി നിർത്തിവെക്കുകയും ചെയ്തു. അവസാനം സാങ്ഷനായി കിട്ടിയെങ്കിലും 2 മീറ്റർ മാത്രമാണ് ഇതിന് വീതിയായിട്ട് വന്നത്. പക്ഷെ അത് കൂടുതൽ പ്രയാസം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് വീണ്ടും നീണ്ടുന്ന അവസ്ഥയായി. എന്നാൽ അത് വീണ്ടും മാറി അത് 30 മീറ്ററിലേക്ക് മാറണം. അതോടൊപ്പം തൂണുകളുടെ എണ്ണം കൂട്ടണമെന്നതാണ് ഇപ്പോൾ സമരസമിതിയുടെ ആവശ്യം. ഈ ആവശ്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായി പണി വീണ്ടും നിർത്തിവെച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സ്കൂൾ തുറന്നു, ഓഫീസുകളിലേക്ക്, സ്കൂളുകളിലേക്ക്, കച്ചവടങ്ങളിലേക്ക്, കൊമരിച്ചന്തയിലേക്കൊക്കെ പോകാൻ ഇവിടെയുള്ള ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടിന് പരിഹാരം കാണാനായി പണി ആരംഭിക്കുന്നത് വരെ അല്ലെങ്കിൽ തുടങ്ങുന്നത് വരെ ഈ ഒരു പാത തുറന്നു കൊടുക്കണമെന്നാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം. കാരണം ഒരു സ്കൂട്ടറെങ്കിൽ പോകാനുള്ള ഒരു വഴി ഇവിടെ വേണമെന്നാണ്. കാരണം ഇവിടെ തൊട്ടിപ്പുറത്തുള്ള കോർദോവ സ്കൂളിലും അമ്പലത്തറ സ്കൂളിലേക്കും തിരിച്ചു പോകും, അല്ലെങ്കിൽ ഈ പരമകുന്നിലേക്ക് പുരമകുന്നിൽ നിന്ന് നേരെ പള്ളിത്തിരവിലേക്ക് പൂത്തറയിലേക്ക് പോകാൻ 3 കിലോമീറ്റർ ചുറ്റളവിൽ കറങ്ങി വരണം. കാരണം വെറും ഒരു 1/2 കിലോമീറ്റർ മാത്രം ചുറ്റളവിലേക്ക് കിടക്കാനുള്ള ആളുകൾ പറഞ്ഞതുപോലെ 3 കിലോമീറ്ററോളം ചുറ്റളവിൽ കറങ്ങി വേണം ഇവിടെ എത്താനെന്നാണ്. ഇത് ഏറ്റവും കൂടുതൽ ദുരിതമാണ് ഇവിടെയുള്ള ആളുകൾ അനുഭവിക്കുന്നത്. പാലം ആവശ്യമാണ്. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് ഭീഷണിയായി മാറുന്ന മരണം വരെ സംഭവിച്ചുള്ള ഈ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇവിടെ പാലം അത്യാവശ്യമാണ്. എന്നാൽ ആ പാലം എന്തുകൊണ്ട് നീളുന്നു? ശരി, അതിനുവേണ്ടി സാക്ഷ്യം കിട്ടുന്നുവെങ്കിൽ ആ സാക്ഷ്യം കിട്ടുന്നതുവരെങ്കിലും ഇത് താൽക്കാലികമായി തുറന്നു കൊടുക്കണമെന്നാണ് ഇവിടെ ജനങ്ങളുടെ അഭിപ്രായം. നമുക്കെന്തായാലും ഇവിടെ ജനങ്ങളുടെ, മാർക്കറ്റിലുള്ള ആളുകളുടെ, അതോടൊപ്പം നടയാത്രക്കാരുടെ ഇവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്തായാലും തേടാം. ഉചിതമായ ഒരു തീരുമാനം സർക്കാർ ഉടനെ തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ ജനജീവിതം സ്തംഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. ഇപ്പൊ തന്നെ നമ്മൾ കാണാൻ സാധിച്ചത് തന്നെ വലിച്ചു നീട്ടിക്കൊണ്ട് തന്നെ ആളുകൾ ആ ബാരിക്കേഡ് തകർത്തുകൊണ്ടാണ് പോകുന്ന അവസ്ഥ ഉള്ളത്. മാത്രമല്ല എതിരെ വരുന്ന വാഹനം കാണാൻ പറ്റാത്ത രീതിയിൽ അപകടവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉചിതമായ ഒരു തീരുമാനം എടുക്കണം. എന്തായാലും ജനങ്ങളുടെ അഭിപ്രായത്തിലേക്ക് നമുക്ക് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുന്ന കമന്റ്സുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡിലേക്ക് അവരെയും സ്വാഗതം ചെയ്യാം. എങ്ങനെയാണ് ഈ ഒരു പാലം എല്ലാവരും ആഗ്രഹിച്ചിരുന്നൊരു പാലമാണ്. പക്ഷേ ഇപ്പോൾ 6-7 മാസമായി പാലം വരുന്നില്ല, പണി നടക്കുന്നില്ല, ആൾക്കാർക്ക് പോകാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടിലാണ്. അവിടെ നിന്ന് അപ്പുറത്ത് ലെസ്സല്ലാക്കി ഒരു കംപ്ലൈന്റ് നോക്കാൻ വന്ന ഇലക്ട്രീഷ്യനാണ്. ഈ കംപ്ലൈന്റ് നോക്കാൻ വന്ന കുറച്ച് അരമണിക്കൂർ മുമ്പ് തുറന്നു കിടന്നതാണ്. ഇപ്പൊ വന്നപ്പോ വീണ്ടും കംപ്ലൈന്റ് നോക്കി തിരിച്ചത് അടച്ചിരിക്കണം. ഞാൻ ഇതുവഴി കയറി 2-3 കിലോമീറ്റർ കറങ്ങി പരുത്തിക്കുഴി വഴി കയറി പോണം. ബെഡ്റൂമിന്റെ വിലയാണെങ്കിൽ സഹിക്കാൻ പറ്റുമോ? കൂടുതലാണ്. അപ്പം തൽക്കാലം പണി നടക്കുന്നില്ല. എങ്കിലും ഒരു സ്കൂട്ടർ വെള്ളം വഴി ഒപ്പിച്ചിടണ്ടേ? ഇത് പണി നടക്കൂല, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനാണ് ചെയ്യണത്. ഇപ്പൊ ട്രാഫിക് പോലീസാണ് ഇത് അടച്ചു വീണ്ടും. അതായത് തുറന്നത് പോലീസുകാരാണോ അതോ ഇവിടെ നാട്ടുകാരാണോ? നാട്ടുകാർ തുറന്നു വെച്ചു ഒരു വഴി പോകാൻ വേണ്ടി. ഒരു സ്കൂട്ടർ പോയാൽ കാറ് പാട്ടൊന്നും പോകില്ല. അതിനിടയിൽ ഇപ്പൊ വന്ന് അടച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് അടച്ചത്. എന്ത് ബുദ്ധിമുട്ട് നോക്കിയാണ് ഇപ്പോഴും. അപ്പൊ ഇപ്പൊ സത്യത്തിൽ നേരത്തെ പറഞ്ഞതിനേക്കാളും വിപരീതമായി പാലം വേണ്ട എന്നാണോ അതോ പണി നടക്കണം? പാലത്തിന്റെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള ജംഗ്ഷനിലൊക്കെ പാലം എത്രയും പെട്ടെന്ന് പണി തീർത്തണമെന്ന് നമ്മൾ പറയണം. അല്ലാതെ പാലം ഇട്ടിട്ട് പോയിട്ട് കാര്യമില്ല. കല്ലെടുക്കാതെ ഒരു 4-6 കാലിട്ട് തന്നെ ചെയ്യണം. പില്ലറ വാർത്തി തന്നെ ചെയ്യണം. അല്ലാതെ കല്ലഴുക്കി ചെയ്തിട്ട് കാര്യമില്ല. ഈ ജംഗ്ഷന്റെ പെരുമ പോയി. അപ്പൊ അഥവാ പണി നടക്കുന്നതിൽ താൽക്കാലികമായി തുറന്നിടണം എന്നാണ് ആവശ്യം. പണി നടക്കുന്നവരെങ്കിലും താൽക്കാലിക സ്കൂട്ടർ പോയാലും തുറന്നിട്ട് വലിയ ഉപകാരമായി. ഇപ്പൊ ആൾക്കാർക്ക് വരണമെങ്കിൽ 3 കിലോമീറ്റർ കറങ്ങിയിട്ടേ വരാൻ പറ്റുള്ളൂ. ഇപ്പൊ മുമ്പ് ഇറക്കി വന്നോണ്ടിരുന്നു, ഇപ്പൊ അത് പറ്റുന്നില്ല. ഇപ്പൊ അതുകൊണ്ട് കസ്റ്റമർക്ക് വളരെ വാടകയ്ക്കാണോ സ്ഥാപനം? ഇത് നമ്മളെ സ്വന്തം. എങ്ങനെയാണ് കച്ചവടത്തെയും നല്ലോണം ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 5-6 മാസം കൊണ്ട് കച്ചവടം നല്ലോണം ബാധിച്ചിട്ട് കസ്റ്റമർ വരുന്നില്ല. അവിടെ നിന്ന് പാസ് ചെയ്ത് വരുന്നില്ല. പിന്നെ ഇവിടെ ഉള്ള കസ്റ്റമറുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. കസ്റ്റമർ മെയിനായിട്ട് വരാത്ത കാര്യം ഈ ബുദ്ധിമുട്ടുള്ളതാണ്. സത്യത്തിൽ പാലം വേണമെന്നാണോ? പാലം അത്യാവശ്യമാണ്. അപ്പം നിലവിൽ പാലം അത്യാവശ്യമാണ്. അപ്പം അതിന് പണി നടക്കാണെങ്കിൽ കുഴപ്പമില്ല. പണി നടക്കുന്നില്ല, ഇപ്പൊ തരുന്നില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അപ്പൊ താൽക്കാലികമായി തുറന്നു കൊടുക്കണമെന്നാണ്. തുറന്നു കൊടുത്തരാണെങ്കിൽ പണി നടക്കുന്നവരെ തുറന്നാൽ വലിയ ഉപകാരമാണ്. എങ്ങനെയാണ് എല്ലാവരുടെയും ആവശ്യമായിരുന്നു ഇവിടെ ഒരു പാലം വേണമെന്നുള്ളത്? അത് തന്നെ പാലം സാക്ഷനായി, പക്ഷെ അത് മേൽപ്പാലം അത് തൂണുകൾ വേണമെന്നായി, അത് സാക്ഷനായി. പക്ഷെ ഇപ്പൊ പണി മുടങ്ങി കിടക്കുകയാണ്. അത് കാരണം എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? ഇപ്പൊ ഈ പാലം വേണമെന്നാണോ വേണ്ടെന്നാണോ അഭിപ്രായം? പാലം അത്യാവശ്യമാണ്. എന്തായാലും ഇതിപ്പോ പണി നടക്കണില്ല, പണി നിർത്തി വെച്ചിരിക്കുക. അത് എന്ത് കാരണമെന്നും നമുക്ക് അറിഞ്ഞു.
അത് ജനങ്ങൾ തീരുമാനിക്കും. അല്ല, സമരസമിതി ഇപ്പോ നിർദ്ദേശം വെച്ചത് 20 അടി എന്നുള്ളത് മാറ്റിയിട്ടത് 30 മീറ്റർ ആക്കണം. അതേപോലെ ഈ തൂണിന്റെ എണ്ണം കൂട്ടണം. അതിനുവേണ്ടി അവര് രണ്ടാം സമരസമിതി നിവേദനം കൊടുത്തു. അതിന് സാങ്ഷൻ ആക്കാനാണ് നിർത്തിയത്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് കാരണം ഇത് തുറന്നു കൊടുക്കണമോ വേണ്ടേ എന്നുള്ളതാണ് ആൾക്കാരുടെ അഭിപ്രായം. ഞാൻ പറഞ്ഞത് പണി കിടന്നില്ല തുറന്നു കൊടുക്കണം. ജനങ്ങൾക്ക് പോകാനും വാങ്ങിക്കാൻ നിവർത്തിയില്ല. ഇതിനിപ്പോ ഈ പണി തീർന്നെ എങ്ങനെയായിരുന്നാലും 1000 ഇനിയിപ്പോ 30 തീരും. ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് പാവപ്പെട്ടവരാണ് ഇവിടെ ജീവിക്കുന്ന മാർക്കറ്റിൽ. ഈ മാർക്കറ്റിൽ കുറച്ച് മീൻ എടുത്തുകൊണ്ട് അവർ വന്ന് ഇവിടെ കുറ്റിയോട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തരെ വാങ്ങിക്കാൻ പറ്റുന്നില്ല. അവരെ കച്ചവടം നടക്കണ്ടേ, അവർ ചെയ്ത പ്രശ്നമല്ലേ. അപ്പൊ ഇപ്പോഴവര് തുറന്നു കൊടുക്കുക. തുറന്നു കൊടുത്തതിന് ശേഷം സമയത്തിന് അത് അടച്ചിട്ട് അവർ പണി കഴിട്ടെ. കറങ്ങില്ല ഇപ്പൊ വരാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ പരുത്തി കൂടി പോയി വരണം. ഇല്ലെങ്കിൽ അവിടുത്തെ ഇവിടെ പോയിട്ട് തിരുവല്ലം പോയിട്ട് തിരിഞ്ഞു വരണം. അപ്പൊ അത് ബുദ്ധിമുട്ട് തന്നെ. ആട്ടക്കാർക്ക് പൈസ കൂടുതലാവും. അപ്പൊ എന്തായാലും പണി ആരംഭിച്ച ശേഷം അടക്കേണ്ട ഇപ്പൊ തുറന്നു കൊടുക്കണം. കാരണം എന്താ, ഇപ്പോഴും ഒരാളൊരു സാധനം വാങ്ങിക്കാൻ വരികയാണ്. അവർക്ക് കറങ്ങിയെടുത്ത് വരണമെങ്കിൽ 30 രൂപ അടുത്ത് 100 രൂപ എടുക്കണം ആട്ടോ. അത്ര ബുദ്ധിമുട്ടുള്ള അവരെ കഴിയാണ്. പൊതുജനങ്ങൾക്ക് ഇപ്പൊ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തുറന്നു കൊടുത്താൽ ഉപകാരമായി. പണി തുടങ്ങുമ്പോൾ അടയ്ക്കട്ടെ. ഞങ്ങളുടെ കച്ചവടം എന്ന് പറഞ്ഞാൽ 12 മണിക്ക് മുമ്പ് ഈ മാർക്കറ്റ് തീർന്നുകൊണ്ടിരുന്ന ഒരു കച്ചവടം. ഉച്ചമണിക്ക് 12 മണിക്ക് മുമ്പ്, അല്ലെങ്കിൽ ഏറിയാൽ 2 മണി. അത് കഴിഞ്ഞു ഇതുവരെ ഞങ്ങൾ ഇവിടെ നിന്ന് താമസിച്ച് പോയിട്ടില്ല. ഇപ്പൊ രാത്രി 10 മണിയായിരുന്നാലും പോകാൻ പറ്റുന്നില്ല. കച്ചവടമില്ല. ഈ പാലത്തിന്റെ പണിയുടെ പേരും പറഞ്ഞ് അവർ കംപ്ലീറ്റും പൂട്ടിയിട്ടിരിക്കുക. ഒരു സ്കൂട്ടർ പോകാനോ ഒരാൾക്കാർക്ക് നടന്നു വരാനോ പറ്റാത്ത ഒരു സാഹചര്യം. വൈകുന്നേരം ആകുമ്പോൾ ഏറ്റവും കൂടുതൽ ട്യൂഷൻ പോകുന്ന കുട്ടികളാണ്. അവർക്ക് പോലും നേരെ ചെവ്വേ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ അക്കമരിച്ചന്തയിൽ നടക്കുന്നത്. ഇതിന് അവർ പണി നടത്തട്ടെ. ഇല്ലെങ്കിൽ പണിയില്ലാത്ത സമയത്ത് അവര് ഇത്രയും ഭാഗം ഒന്ന് തുറന്നിട്ടാൽ പൊതുജനത്തിന് നന്നായിരിക്കും. പണി നടക്കുന്നവരെ തുറന്നു കൊടുത്താൽ പൊതുജനത്തിന് നന്നായിരിക്കും. പാലം ജനങ്ങൾക്ക് ആവശ്യമാണ്. പക്ഷേ പാലം പണി താമസിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ഇത് പൊതുസമൂഹത്തിന് തുറന്നു കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ജനവാസ കേന്ദ്രമാണ്. ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ്. ഈ പാലത്തിന് വേണ്ടി അടച്ചിട്ടതിന് ശേഷം കച്ചവടക്കാർക്കും ഇപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവർ ഒരുപാട് കറങ്ങിയാണ് കുട്ടികളെ കൊണ്ട് അമ്പലത്തറ, മണക്കാട് ഭാഗങ്ങളിൽ സിറ്റിയിലൊക്കെ സ്കൂളിൽ വിടാനൊക്കെ പോകുന്നത്. അതുകൊണ്ട് ജനപ്രതിനിധികളും നമ്മുടെ സർക്കാരും ഇതിന് വേണ്ട നടപടി എടുക്കുകയും എത്രയും പെട്ടെന്ന് പാലം ആവശ്യമാണ്. പാലം വേണ്ട എന്ന് ഇവിടുത്തെ ജനങ്ങൾ പറയില്ല. പക്ഷെ ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലാണ് പാലം പണിയാനുള്ളത്. 4 തൂണ് 6 തൂണല്ല. ജനങ്ങൾ എന്താണ് പറയുന്നത്, അവർക്ക് കാലകാലം സഞ്ചരിക്കാനും എടുക്കാനും ഉള്ളതാണ്. അതിന് സർക്കാർ ഇടപെടുക, ജനപ്രതിനിധികൾ ഇടപെടുക. കേന്ദ്ര ഗവൺമെന്റ് ഇതിന് തക്കതായ രീതിയിൽ ഇടപെട്ട് ഈ പാലം എത്രയും പെട്ടെന്ന് പണി ചെയ്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ. സത്യത്തിൽ ഈ പറഞ്ഞ പോലെ സമരസമിതി വന്നതിന് ശേഷമാണ് പണി നീളാതിരിക്കുന്നത്, ബ്ലോക്കായി പോകുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെ സമരസമിതിയുടെ ഒരു പ്രശ്നം കൊണ്ടാണോ ഇത്, അതോ സാങ്ഷനായി കിട്ടാത്തതായിരിക്കും? സമരസമിതി ഇടപെട്ടത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ രീതിയിലാണെങ്കിൽ നമുക്ക് കല്ലുമൂട് പാലം അന്ന് ആർക്കും അറിഞ്ഞൂടെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള പാലമാണ് അവിടെ വരുന്നതെന്ന്. വന്നതിന് ശേഷമാണ് 2 രാജ്യം പോലെ ആയിപ്പോയി. എങ്ങനെ മുട്ടത്തറയും പിന്നെ മറ്റേ കമലേശ്വരം ഭാഗവുമായിട്ട് 2 ഭാഗമായിപ്പോയി. ആ അനുഭവമാണ് ഇന്ന് ഈ പൂന്തറ നിവാസികൾ ഈ പാലം ഇത്തിരി വീതിയുള്ള തൂണുള്ള 10 തൂണുള്ള രീതിയിൽ നമ്മൾ ഈഞ്ചക്കിൽ ചെയ്തതുപോലെ പൂന്തറയും ചെയ്യണമെന്നുള്ള ഒരു താല്പര്യത്തിലാണ് സമരസമിതി ഇടപെട്ടത്. അത് നല്ല കാര്യം തന്നെ. ഇനി വരുന്ന പാലം 10 തൂണോടുകൂടി ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിലാഷം. പാലം വേണം. ഇപ്പം പൊഴിച്ചിട്ട് എത്രയും മാസങ്ങളായല്ലമ്മ. അത് എത്രയും പെട്ടെന്ന് പാലം ശരിയാക്കണം. ആൾക്കാരെല്ലാം ഇറങ്ങണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാലം വേണം. പാലം അത് പണി നടക്കണില്ലല്ലോ ഇപ്പൊ. അപ്പൊ അതിനെ തുറന്നിടാൻ പറയും. ഈ കച്ചവടക്കാരുടെ ആരും കച്ചവടം ഇല്ല. ഈ പാലം കാരണമാണ് കച്ചവടം ഇല്ല. എല്ലാ ജനവും ഇങ്ങനെ കിടക്കല്ലെന്ന്. അപ്പൊ അതൊരു പാലം വേണമെന്നാലും എന്നാൽ ഇപ്പൊ കച്ചവടം നടക്കാൻ വേണ്ടി തുറന്നു കൊടുക്കണം. ഇപ്പൊ പണിയില്ലല്ലേ. പണി ചെയ്യാത്ത തുറന്നിടാൻ പറ. കെട്ടി വേണം. പാലം ഞങ്ങൾക്ക് വരാൻ വേണ്ടിയല്ല, അല്ല അതിനാണ് ചെയ്യണത്. പക്ഷെ ഇപ്പൊ പണി നിറങ്ങി കിടക്കുകയാണ്. കാരണം താഴെ വഴി ഉണ്ടാവും, മുകളിലൂടെ പാലം പോവുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ ഇത് കച്ചവടത്തെ ബാധിച്ചിട്ടുള്ള പാലം വേണം, തുറന്നിടണം. ഇപ്പൊ തുറന്നിടണം. ഞങ്ങൾക്ക് കച്ചവടം. ഇപ്പൊ ഇവിടെ പൂന്തറയാണോ നിങ്ങൾ താമസം? ഇപ്പൊ പോകുന്നത് തിരുവല്ല വഴി കറങ്ങി പോകണം. പക്ഷെ ഇതിപ്പോ ഉണ്മയാണെന്നാണ് പറയുന്നത്.
അല്ലെ ഇതുവഴി ഉണ്മയല്ലേ പറയുന്നത്? ഉണ്മയെന്ന് പറയാൻ എന്ത് കാര്യം ഇഷ്ടം പോലെ തന്നെ പറയുന്നത് ഉണ്മയിലൊക്കെ. പിന്നെ ഇതിനെ പോകുന്നത് എങ്ങനെ പോകും? അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നവും. കാരണം ഒൻപ ആയതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉള്ളത് കൊണ്ട് തന്നെ ട്രാഫിക് പോലീസുകാരൻ അത്ര ദൂരം കടത്തിവിടുന്നില്ല. പക്ഷേ പൂന്തറ പോകുന്നവർ ഇനി ഈ പറഞ്ഞതുപോലെ തൊട്ടപ്പുറത്ത് പോകാൻ 3 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രയാസമാണ് ഇവിടുത്തെ ടൂ വീലറും അനുഭവിക്കുന്നത്. 50,000-ൽ-അധികം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അമ്പലത്തറ, പൂന്തുറ, ഭീമാപ്പള്ളി പ്രദേശം. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പാലം വരികയാണെങ്കിൽ അത് തൂണുകളിലെ മേൽപ്പാലമാണ് വേണ്ടതെന്നാണ് നിയമം. എന്നാൽ ആദ്യം ടണൽ രൂപത്തിൽ ഇവിടെ പാലം ഉണ്ടാക്കാനാണ് ഹൈവേ അതോറിറ്റി ശ്രമിച്ചത്. ഇതിനെതിരെയാണ് ഇവിടെ സമരസമിതി രൂപം കൊള്ളുകയും അവർ അതിനെതിരെ ഹർജി നൽകുകയും ചെയ്തത്. അവസാനം അത് 20 മീറ്ററോളമുള്ള നീണ്ട പാലത്തിലേക്ക് മാറിയെങ്കിലും അത് പോരാ, കാരണം അത് 30 മീറ്ററിലേക്ക് മാറണം എന്നുള്ള ഹർജി സമർപ്പിക്കുകയും അവസാനം അത് പരിഗണിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ പണി ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇത് സാങ്ഷനായി മുകളിൽ നിന്നുള്ള പേപ്പർ കിട്ടേണ്ടതുണ്ട്. അതിനായി കാത്തിരിക്കുകയാണ്. പക്ഷേ അതുവരെ ഈ ഒരു പണി നടക്കാത്ത ഈ സാഹചര്യത്തിൽ ഈ റോഡ് തുറന്നു കൊടുത്താൽ ഈ സ്കൂട്ടറിനും മറ്റുമൊക്കെ പോകാൻ സാധിക്കുമെന്നാണ്. എന്നാൽ ഇതാണ് പോലീസ് അടച്ചത്. അതുകൊണ്ടാണ് നാട്ടുകാർ ഇത് ഇപ്പോൾ തുറന്ന് അവർക്ക് നടന്നു പോകാനും അതോടൊപ്പം തന്നെ സഞ്ചരിക്കാനും പറ്റുന്ന നിലയിലായത്. പക്ഷേ ഇത് അപകടം വിളിച്ചു വരുത്തുമെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് അത് അടച്ചേ പറ്റൂ എന്നുള്ളതാണ് പോലീസിന്റെ ഭാഷ്യം. എന്നാൽ ഇത് കാരണത്താൽ പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാലം വേണമെന്ന് തന്നെയാണ് ഇവിടെ ജനങ്ങളുടെ മുഴുവനും അഭിപ്രായം. എന്നാൽ ആ പാലം പണി തുടങ്ങുന്നത് വരെയെങ്കിലും ഈ ഒരു വഴി ഒരു സ്കൂട്ടറിന് പോകാൻ പാകത്തിനെങ്കിലും തുറന്നു കൊടുത്താൽ ബാക്കിയുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നതാണ് ജനങ്ങൾ കൂടുതലും മലയാള ജനതാ ന്യൂസിനോട് പറഞ്ഞത്. മലയാള ജനതാ ന്യൂസ് മുമ്പ് റിപ്പോർട്ട് ചെയ്ത ഈ ലൈവ് നമുക്ക് നേരിട്ട് കാണാം. ഇതിലും ജനങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ആളുകൾ ഇതുവഴി ബാരിക്കേഡ് നീക്കി കടന്നു പോകുന്നത് എന്നും നമുക്കൊന്ന് നോക്കാം. ഈ സ്കൂട്ടറൊക്കെ പോയിക്കൊണ്ടിരുന്നത്, എന്നാൽ ഇതും കുറച്ച് മുമ്പ് പോലീസ് അടച്ചു. അത് ഇപ്പോൾ ജനങ്ങൾ അത് ക്ഷുഭിതരായി തന്നെ ഇതിനെ വലിച്ചു നീക്കിക്കൊണ്ട് ഇതുവഴി കടന്നു പോകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കിയത്. എന്നാൽ അത് കൂടുതൽ ബ്ലോക്കാക്കിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് വരുന്ന വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങളൊക്കെ നേരെ ഈ ഒരു ബാരിക്കേഡ് വഴി കടന്നു പോകുമ്പോൾ എതിരെ വരുന്ന ഈ വാഹനം ആക്സിഡന്റ് ഉണ്ടാകുന്നുണ്ട്. ഒരു ട്രാഫിക് പോലീസുകാരനുള്ളത്, അദ്ദേഹം എത്ര പറഞ്ഞിട്ടും അതാണ് കേൾക്കാത്തൊരു സാഹചര്യം ഇവിടെയുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ സ്കൂൾ വിട്ട് വന്നാൽ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ജീവനക്കാരും ജോലിക്കാരും എല്ലാവരും കടന്നു പോകുന്നത് ഇതുവഴിയാണ്. കാരണം ഒരു ട്രാഫിക് പോലീസുകാരൻ മാത്രമാണുള്ളത്. അദ്ദേഹത്തിന്റെ വാക്ക് മുഖവിലയ്ക്ക് എടുക്കാതെ തന്നെയാണ് അദ്ദേഹത്തോട് ക്ഷുഭിതരായിക്കൊണ്ടാണ് ആളുകൾ ഈ ബാരിക്കേഡ് വലിച്ചു നീക്കിക്കൊണ്ട് ഇപ്പോൾ പുറത്തു പോകുന്നത്. ഈ പറഞ്ഞതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന പൂന്തറയിൽ നിന്ന് തൊട്ടിപ്പുറത്തുള്ള അമ്പലത്തറ വഴി പോകാനുള്ളത് ഒരു 1/2 കിലോമീറ്റർ ചുറ്റളവിന്റെ സ്പേസ് ആണുള്ളത്. ഇത് പക്ഷേ ഇപ്പോൾ ആളുകൾ ചുറ്റിക്കറങ്ങി ഏകദേശം 3 കിലോമീറ്ററോളം ചുറ്റിക്കറങ്ങി പോകേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർക്കും അതോടൊപ്പം തന്നെ കാൽനട യാത്രക്കാർക്കും ടൂ വീലർക്കും എല്ലാവർക്കും വളരെയധികം പ്രയാസമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതാ എങ്ങനെയാണ് ഇതുവഴിയാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത്? എങ്ങനെയുണ്ട് ഇപ്പോൾ അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇതും അടച്ചതാണ് ഇത്. ഓക്കെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ നാട്ടുകാര് ഈ ബാരിക്കേഡ് തുറന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതുവഴി യാത്ര നടത്തുന്നത്. എങ്ങനെയാണ് ഡ്രൈവർ എന്ന നിലയ്ക്ക് ഈ ഒരു ഇപ്പോൾ ബാരിക്കേഡ് അവർ വീണ്ടും അടച്ചല്ലോ, അടച്ചപ്പോൾ തള്ളി തുറന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ യാത്രയും ഈ പാലം പണിയൊക്കെ? 3 കിലോമീറ്റർ രാവിലെ ഈ സ്കൂളിൽ കൊണ്ടുപോകണത് അവർ ഇങ്ങനെ പിള്ളേരെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ വീണ്ടും 3 കിലോമീറ്റർ ഇറങ്ങി വലിയ ബുദ്ധിമുട്ടായിട്ടാണ്. പണി ചെയ്യുകയാണെങ്കിൽ അടച്ചു വയ്ക്കാൻ കുഴപ്പമില്ല. ഇപ്പൊ പണി നടക്കുന്നില്ല, പണിയുമില്ല. പണിയാണെങ്കിൽ അടച്ചു വയ്ക്കാൻ നടക്കട്ടെ. ഇതെല്ലാം ബുദ്ധിമുട്ട് സ്ഥലം പോലെയല്ല, ഏറ്റവും ജനവാസമുള്ള മേഖലയുമാണ്. വാങ്ങാനുള്ള ആൾക്കാരുമാണ്. ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവരും. അതുകൊണ്ട് പണി നടക്കുന്നതിനെങ്കിലും തുറന്നു കൊടുക്കട്ടെ എന്നാണ്. പണി നടക്കുമ്പോൾ തുറന്നു കൊടുക്കട്ടെ. എങ്ങനെയാണ് ഇവിടെ ഈ യാത്ര ഇതുവഴി തന്നെയാണ് യാത്ര എപ്പോഴും? എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ ബുദ്ധിമുട്ട്? റോഡ് നന്നാക്കിയാൽ കുഴപ്പമില്ല, അതിനുശേഷം കുഴപ്പമില്ല, അല്ലാതെ വെറുതെ ക്രോസ് ചെയ്തിട്ട്. അപ്പൊ പാലം പണി നടക്കണം വേണം എന്ന് ആഗ്രഹം. ഓക്കെ. എങ്ങനെയാണ്? അല്ല, ഇപ്പൊ സത്യത്തിൽ പാലം വേണമെന്നുള്ള ആവശ്യം ഒഴിവാക്കിയിട്ടുണ്ടോ അതോ വേണമെന്നാണോ? പാലം വേണം, പാലം പറ്റില്ലല്ലോ, പാലം വേണം. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉണ്ടാണ്. അതുകൊണ്ട് അതിനൊരു അറുതി കാണണം. എങ്ങനെയാണ്? എന്റെ അഭിപ്രായം അത് തന്നെ. പാലം ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ ജനങ്ങൾക്ക് ഇപ്പൊ ഈ പണി തടസ്സപ്പെട്ട് നിർത്തിയിട്ട് പാലം റോഡ് ക്രോസ് ചെയ്യണത് വളരെ പ്രവൃത്തിയല്ല. അല്ല, അതിന് ഈ സമരസമിതി കാരണക്കാരാണെന്ന് പറയുന്നുണ്ടല്ലോ, അത് സത്യത്തിൽ അങ്ങനെയാണോ? സത്യത്തിൽ അവര് ഇവിടെ ന്യായമായിട്ടും ഇവിടെ അവകാശപ്പെട്ടത് വേണം എന്നതിന് വേണ്ടിയാണ്. കാരണക്കാരല്ല ഒരിക്കലും. കാരണം അത് നമുക്ക് ഭീമ വെച്ചുള്ള പാലമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അവര് ന്യായത്തിന് വേണ്ടിയാണ് പോരാടുന്നത്. ന്യായത്തിനുണ്ട്, അത്രയും. ഓക്കെ. പക്ഷേ ഈ പണി നീളുന്നതാണ് ഇപ്പൊ പ്രശ്നം. പണി നടക്കുന്നില്ല, ബ്ലോക്ക് ചെയ്തിരുന്നു. ഓക്കെ. ജനങ്ങൾക്ക് ഏറെ വളരെ ബുദ്ധിമുട്ടാണ്. സ്കൂൾ കുട്ടികൾക്ക്
കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും. അവസ്ഥ നിങ്ങൾ കാണില്ലേ, ഇത് തന്നെയാണ് അവസ്ഥ. 4-5 മാസമായി ഇവിടെ പണി നടക്കില്ല, ഒരു തേങ്ങയും നടക്കില്ല. കണ്ടില്ലേ, ഇവിടുന്ന് തൊട്ടടുത്തൊരു ഹോസ്പിറ്റലുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ? കാരണം 3-3.5 മണി കിലോമീറ്റർ കറങ്ങിയാണ് പോയി. അപ്പൊ പോകുമ്പോഴത്തേക്ക് രോഗികൾ മരിച്ച ഇതാവും. അപ്പൊ ഇത് ഇങ്ങനത്തെ ഈ അടച്ചു വെക്കുന്ന ഒന്നിനും ജോലി ചെയ്യുമ്പോൾ നമ്മൾ സഹകരിക്കാം. ഇത് എന്തിനാണ് അടച്ചു വെക്കുന്നത്? വെറുതെ അടച്ചിട്ടേക്കുന്നതാണ്. വെറുതെ അടച്ചിട്ടേക്ക് എന്ത് നിങ്ങൾ കാണുന്നത്? ഇവിടെ എന്താ നടക്കുന്നത്? ഒന്നും നടക്കുന്നില്ല. നമ്മളെ പോലുള്ളവർ ഇവിടുന്ന് ഒരു ഓട്ടോ എടുക്കണേ 3-3.5 കിലോമീറ്റർ കറങ്ങി കഴിഞ്ഞ് പറഞ്ഞു. അത്രയും കറങ്ങുമ്പോൾ അതിനുള്ള കാശ് പാസഞ്ചർ തരുന്നുണ്ട്. എല്ലാവരും അടിവെച്ചാ പോകുന്നത്. ഇവിടുന്ന് പൂന്ത്ര വന്ന് എത്ര രൂപ വേണോ ചോദിക്കുന്നത്. പക്ഷെ ഇതിനെ 3 കിലോമീറ്റർ ചുറ്റളയിൽ പോകുന്നു അവര് കാണുന്നില്ല. അവര് കാണുന്നുണ്ട്. അവര് പറഞ്ഞ പൂന്ത്രന്ന് കൂടെ ചന്ദ്രന്ന് പൂന്ത്ര എത്ര രൂപ വേണമെന്ന് അവർ ചോദിക്കുന്നത്. എന്ത് ചെയ്യാനാണ്? കണ്ടില്ലേ, ഇവിടെ ഇത് തന്നെയാണ് അവസ്ഥ. എങ്ങനെയാണ് ഇവിടുത്തെ ഒരു യാത്ര ഇപ്പോഴെ കുറിച്ച് പറയാൻ? ജോലിയില്ല, ജോലി ചെയ്യുന്നില്ല. അവർ ജോലി ചെയ്യുന്ന ഇത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാന്നുള്ള ഇതാണ്. ഒന്നുകിൽ ജോലി നടക്കണം അല്ലെങ്കിൽ ജോലി നടക്കണം, അല്ലെങ്കിൽ അവർ ഓപ്പണാണ്. അതിന്റെ യഥാർത്ഥത്തിൽ എന്താ വെച്ചാൽ തെക്കൻ തിരുപ്പം മനസ്സിലാണ് ഇപ്പോഴത്തെ ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇനി 8 മണി വരെ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി നടക്കാം. ഇത് തുറന്നു കൊടുത്താൽ ഈ ഒരു ബ്ലോക്ക് ഒഴിവാകും. ബ്ലോക്കും മാറും, അപകടവും ഉണ്ടാവും. ഇത് തന്നെ പെട്ടെന്ന് വന്ന് കയറുന്ന ആൾക്കാർ വന്ന് ആക്സിഡന്റ് ഇതൊരു ആക്സിഡന്റ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ആക്സിഡന്റ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്ന് ഒരു പണി ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തു എന്നിട്ട് ജോലി. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോ ഈ പാലം വന്നതിന് ശേഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ 4 കിലോമീറ്ററാണ് ഇറങ്ങി വരെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. എങ്ങനെയാണ് ഇതുവഴിയാണോ യാത്ര? പോകാൻ പറ്റില്ല. എല്ലാ സമയം ഇതുവഴിയാണ് ആശ്രയിക്കുന്നത് അതോ വേറെ ദിവസങ്ങളില് പോകുമ്പോൾ ടാസ്ക് ആണ്? യെസ്, ഓക്കെ. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും ഈ ഒരു ലൈവ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം മാർക്കറ്റിൽ ഒരു ജീവനക്കാരൻ കൂടിയാണ്. എങ്ങനെയാണ് ഇപ്പൊ മാർക്കറ്റിലേക്ക് ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് പോകുന്നത്? മാർക്കറ്റിലും ആള് വരുന്നില്ല. ഇവിടെ അടച്ചു വെച്ചിട്ട് മനുഷ്യന്മാർക്ക് അങ്ങോട്ടും അങ്ങോട്ടും പോവാൻ വാക്കില്ലാത്ത ഇതായിപ്പോയി. അടച്ചുമൂടി വെച്ചിരിക്കുന്നത് എന്തിനാണ് ഈ അടച്ചുമൂടി വെച്ചിരിക്കുന്നത്? ഒന്നുകിൽ തുറന്നു ഈ പണിയും നടക്കണില്ല, അടച്ചുമൂടി വെച്ചിരിക്കുകയും ചെയ്യണം. മാർക്കറ്റിൽ പോകാൻ വയ്യ, കടയിൽ പോകാൻ വയ്യ, ഒരിടത്തും പോകാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. ഇതിന് ഒരു വിധവും ഇല്ലാത്ത, ഒരു അർമ്മമില്ലാത്ത കേസാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞതുപോലെ തന്നെ കാണാൻ നാട്ടുകാരുടെ ഒരു രോഷം, അവരുടെ വിഷമം, പ്രയാസമാണ് ഇപ്പോൾ ഇവിടെ മലയാള ജനതാ ന്യൂസുമായി പങ്കുവച്ചത്. ഈ പറഞ്ഞതുപോലെ ഈ സ്ഥാപനങ്ങൾ, കാരണം പണി ആയുധങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ സാങ്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് പണി തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഈ ഒരു പാലം, ഈ ഒരു ബാരിക്കേഡ് മാറ്റിയാൽ സുഗമമായി ഒരു ആട്ടോയ്ക്കോ സ്കൂട്ടറിനോ പോകാൻ സാധിക്കും. 2 ട്രാഫിക്കാർ 2 സൈഡ് നിർത്തണം എന്നുള്ളത് മാത്രമാണ് ഇത് ആവശ്യമായിട്ടുള്ളത്. എന്നാൽ അപകടം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇത് ഒഴിവാക്കിയത് അല്ലെങ്കിൽ അടച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ ന്യൂസ് ഇവിടെ വൈകിപ്പിയാണ്. ജനങ്ങൾ പറയുന്നത്, കച്ചവടക്കാർ പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടു. എങ്കിൽ ഈ ദുരിതമായ ഈ അവസ്ഥ ലൈവിലൂടെയും നമ്മൾ കണ്ടതാണ്. പരമാവധി ഷെയർ ചെയ്യണം. അധികാരികൾ ഉണരട്ടെ, പെട്ടെന്ന് പണി ആരംഭിക്കട്ടെ. പുതിയ ന്യൂസുമായി കാണുന്നത് തൽക്കാലം വിടാം. ബൈ.